നമുക്ക് എഫേസ്യർ 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദൈവസഭയ്ക്ക് ആവശ്യമായ ഐക്യത അത് നിലനിർത്തണമെങ്കിൽ വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട 5 മനോഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സഭയുടെ ഐക്യതയാണ് 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ പറയുന്ന കാര്യങ്ങളുടെ തലക്കെട്ടിതാണ് ഐക്യതയ്ക്ക് വേണ്ട 5 മനോഭാവങ്ങൾ. അത് വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. കർത്താവിൻ്റെ വരവാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ നാം ഭിന്നത വെടിയണം. എന്നിട്ട് എന്തായി തീരണം? ഒന്നാകണം. അതിന് 5 മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഭിന്നത വെടിയണമെന്ന് പറഞ്ഞാൽ ഏത് സഭയിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ടോ ആ സഭ തകർന്നു പോകും. ആ സഭ സ്നേഹത്തിൽ തകർന്നു പോകും. സ്നേഹത്തിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ട് നീ വീണുപോയി എന്ന് പറയുന്ന കൊണ്ട് ഭിന്നത ഉണ്ടാകുന്ന സഭ തകർന്നു പോകും. ഭിന്നത ഉണ്ടാകുന്ന സഭ വളരുകയില്ല. ഭിന്നത ഉള്ള സഭ ഐക്യത നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നത് ഐക്യമുള്ളവരായിരിക്കണം. ഭിന്നത ഉണ്ടാക്കുന്ന ആരാ? പിശാചാ, ദുഷ്ടനാ ഭിന്നത ഉണ്ടാക്കുന്നത്. ഭിന്നിപ്പിക്കുന്നവൻ, പ്രാകൃതനോട് ചേർത്താണ് ഭിന്നത ഉണ്ടാക്കുന്നവനെ പറഞ്ഞിരിക്കുന്നത്. സഭയിലുള്ള ദൈവമക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവനെ വിളിക്കുന്നത് പ്രാകൃതനോട് ചേർത്ത എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ. ഏതെങ്കിലും തോട്ടത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത്, ഭിന്നത ഉണ്ടാക്കി അല്ലേ. അതുകൊണ്ട് ഐക്യത എങ്ങനെ നിലനിർത്തണം എന്ന് നമ്മളോട് പറയുകയാണ് ഈ അധ്യായം. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം നമ്മൾ തുടങ്ങിയപ്പോൾ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞൊരു വാക്കുണ്ട്. എങ്ങനെയാ അപ്പസ്തോലൻ പറഞ്ഞ? അപ്പസ്തോലൻ എവിടെയായപ്പം കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ. അപ്പം ബദ്ധനാണ്, താൻ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുമ്പോഴും തൻ്റെ എഫെസസിലെ സഭയെക്കുറിച്ചുള്ള ഭാരമാണ്. അദ്ദേഹം പ്രബോധിപ്പിക്കുക, സഭയെ പ്രബോധിപ്പിക്കുക. എന്താണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? ഇതിനെ 2ആയിട്ട് തിരിക്കാം. എഫെസ്യ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ സ്വർഗത്തിൽ എങ്ങനെ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. 1 മുതൽ 3 വരെ ഡോക്ട്രിനാണ് പഠിപ്പിക്കുന്നത്. 4 മുതൽ 6 വരെ പ്രാക്ടിക്കൽ ലൈഫാണ്. അതായത് നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ 2ആയിട്ട് നമുക്കതിനെ വിഭജിക്കാനായിട്ട് കഴിയും. വിഷയത്തിലേക്ക് വന്നാൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എങ്ങനെ ഐക്യത നിലനിർത്താം എന്ന് അപ്പസ്തോലൻ പറയുകയാണ്. അപ്പം താൻ ജയിലിൽ കിടക്കുക, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുക. അപ്പം ജയിലിൽ കിടന്നുകൊണ്ട് താൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞത് എന്താ? 3-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് 2-ാം വാക്യം, വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം എന്ന് പറയുക. എന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഐക്യത സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം എന്താ? ഐക്യത സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മളെ വിളിച്ച ദൈവം ഒരുവനാണ്. നമ്മൾക്ക് ഒരേ പിതാവിൻ്റെ മക്കളാണ്. നമ്മൾ ഒരേ സ്നാനം സ്വീകരിച്ചവരാണ്. നമുക്ക് ഒരേ പരിശുദ്ധാത്മാവിനെയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഒരേ ദേശത്തേക്കുള്ള യാത്രക്കാരാണ്. നമുക്ക് ഒരേ ലക്ഷ്യമാണ് നമ്മുടെക്ക് അല്ലേ. അപ്പം നമ്മുടെ കർത്താവ് ഒരുവനാണ്, നമ്മുടെ വിശ്വാസം ഒന്നാണ്, നമ്മുടെ പ്രത്യാശ ഒന്നാണ്. അതുകൊണ്ടാണ് ദൈവസഭയോട് പറയുന്നത് ഐക്യത എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെയാണ് ആ വാക്യം അല്ലേ. സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ഐക്യത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ഓടത്തുള്ളൂ. ശരിയായിട്ടല്ലേ ബ്രദറെ? അപ്പോൾ ഐക്യത മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ എന്ത് ചെയ്യണം? കാപ്പാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 1 ഐക്യത സഭയിൽ നിലനിൽക്കണോ? 1-ാമത്തെ കാര്യം 2-ാം വാക്യത്തിൻ്റെ 1-ാം ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? പൂർണ്ണ വിനയത്തോടെ. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? പൂർണ്ണ വിനയം.
ദൈവജനത്തിന് ഉണ്ടാകണം. പൂർണ്ണ വിനയം. ഐക്യത നഷ്ടമാകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ വിനയമില്ലാത്തിടത്താണ് ഐക്യത നഷ്ടമാകുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഉന്നത ഭാവമുള്ളിടത്താണ് ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നത്. ഐക്യത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവസഭയ്ക്ക് ഐക്യത നിലനിർത്തണോ? അതിൻ്റെ പരിഹാരം എന്താണ്? വിശ്വാസികൾ പൂർണ്ണ വിനയം ഉള്ളവർ ആയിരിക്കണം. പൂർണ്ണ വിനയം അതായത് ഒരു ഡെഫിനിഷൻ തരാൻ, നിർവചനം. നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ക്രൈസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് അതേഴ്സ് ആയിരിക്കണം, സെൽഫ് ലാസ്റ്റ് ആയിരിക്കണം. അതായത് ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? ക്രിസ്തുവിനാ, കർത്താവിനാ. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസികളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. രണ്ടാം സ്ഥാനം ആർക്കായിരിക്കണം? മറ്റുള്ളവർക്ക്. അവിടെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഈ രണ്ടാം സ്ഥാനം സെൽഫ് എടുക്കരുത്, നാം എടുക്കരുത്. നമ്മൾ രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കണം, ഐക്യത നിൽക്കണമെങ്കിൽ. രണ്ടാം സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. മൂന്നാം സ്ഥാനമേ എനിക്ക് ഉണ്ടാകാവൂ. എങ്കിൽ മാത്രമേ ഉന്നത ഭാവം നമ്മളിൽ നിന്ന് പോകുകയുള്ളൂ. ഐക്യത നിലനിൽക്കണോ? അതിനുള്ള പോംവഴി അതാണ്. റോമാലേഖനം 12:3 വായിച്ച്. റോമർ 12:3 വിശ്വാസികളോട് ഐക്യത നിലനിൽക്കാനായിട്ട് അപ്പസ്തലൻ പറയുക, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? സുബോധമാകും വണ്ണം ഭാവിക്കണം. അതാ, എങ്കിൽ അവിടെയാണ് വിനയം ഉണ്ടാകുന്നത്. ഉന്നത ഭാവം നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. ഉന്നത ഭാവം. ഈ സഭയുടെ ഐക്യത പലപ്പോഴും പോകുന്നത് അവിടെയാണ്, ഉന്നത ഭാവം ഉള്ളിടത്ത്. ഞാൻ ചോദിക്കട്ടെ, ദൈവജനമേ, സഭയുടെ തല ആരാ? ക്രിസ്തു. എവിടെ ആര് ചോദിച്ചാലും പറ, സഭയുടെ തല ക്രിസ്തു. ശരീരം കർത്താവിൻ്റെ സഭയും. നിഗളമുണ്ടാകുമ്പോഴാണ് ഞാൻ തല എന്ന് പറയുന്നത്. നിഗളം, ഉന്നത ഭാവം ഉണ്ടാകുമ്പോഴാണ് ഞാൻ തല എന്ന് പറയുന്നത്. വിനയമുള്ളപ്പോൾ അത് പറയാനായിട്ട് കഴിയില്ല. നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. വിനയം, പൂർണ്ണ വിനയം നമുക്കുണ്ടാകണം. ഫിലിപ്പിയ ലേഖനം എടുത്ത് 2:3 വായിച്ചേ. കർത്താവ് പഠിപ്പിച്ച എങ്ങനെയാണെന്ന് നോക്കിയേ. അവിടെ പറയാണ്, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അങ്ങനെ എണ്ണുമ്പോൾ വിനയം വരും. മറുവശം നോക്കണം, നിഗളം ഉള്ളിടത്ത് തല ഞാനാന്ന് പറയും. അങ്ങനെ പറയുന്ന സഭകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ തലയേ ഇല്ല. എല്ലാവരും പറയും തല ഞാനാന്ന്. അങ്ങനെയുള്ളിടത്ത് ആ സഭയ്ക്ക് തലയില്ല. സഭയുടെ തലയാരാ? ക്രിസ്തുവാ. അത് മറന്നു പോവുക അല്ലേ? അതിനുള്ള പരിഹാരം എന്താ? പൂർണ്ണ വിനയം നമുക്കുണ്ടാകും. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് 2-ാം വാക്യത്തിലേക്ക് അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. അവിടെ എന്താ വായിച്ചത്? 1, സഭയുടെ ഐക്യത നിലനിൽക്കുവാൻ നമ്പർ 1 ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തം എന്താണ്? മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നണം, പൂർണ്ണ വിനയമുള്ളവർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ അവിടെ പറഞ്ഞത്? 4:2 സൗമ്യതയുള്ളവരായിരിക്കണം. സഭയുടെ ഐക്യം നിലനിൽക്കണോ? സൗമ്യത ഉണ്ടാകണം. എന്താ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പവർ അണ്ടർ കൺട്രോൾ. അതാണ് സൗമ്യത എന്ന് പറഞ്ഞാൽ, എനിക്ക് ശക്തിയുണ്ട്, പക്ഷെ ഞാനത് എൻ്റെ നിയന്ത്രണത്തിലാണ് വച്ചിരിക്കുന്നത്. മനസ്സിലാവും? സൗമ്യത എന്ന് പറഞ്ഞാൽ അതാ, എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ എൻ്റെ നിയന്ത്രണത്തിലാണത്. മോശയെക്കുറിച്ച് ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, സംഖ്യാപുസ്തകത്തിൽ 12:3 നിങ്ങൾ പോയി നോക്കിയാൽ മതി. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മോശ ആരായിരുന്നെന്നാ പറഞ്ഞേ? സൗമ്യനാന്നല്ല പറഞ്ഞേ, അതിസൗമ്യനായിരുന്നു മോശ. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെയാ ശരിയാവുന്നേ? മോശ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്, സീനായ് പർവ്വതത്തിൽ നിന്ന് കൽപ്പലകയുമായി ഇറങ്ങി വരുമ്പോൾ താഴെ വിഗ്രഹാരാധന നടന്നുകൊണ്ടിരിക്കുക. മോശ എന്ത് ചെയ്തു? കൈ പിടിച്ച കൽപ്പലക എന്ത് ചെയ്തു? എറിഞ്ഞുടച്ചു. തൻ്റെ കോപത്താൽ ആ കൽപ്പലക എറിഞ്ഞുടച്ചു. ഈ വിഗ്രഹം ഉണ്ടാക്കിയ ജനത്തെ ആ വിഗ്രഹം ചുട്ട് അതിൻ്റെ വെള്ളത്തിൽ കലക്കി അത് ആ ജനത്തെ കുടിപ്പിച്ചു. സൗമ്യനാണോ മോശ? ഈ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുക അതിസൗമ്യനായിരുന്നു. അതെങ്ങനെയാ?
ഈ സൗമ്യന എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് പവർ അണ്ടർ കൺട്രോൾ. ശക്തിയുണ്ട്, പക്ഷേ അത് തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അതാണ് സൗമ്യത എന്ന് പറഞ്ഞാൽ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? പ്രതികരിക്കാവുള്ളൂ. കാണുന്നിടത്തെല്ലാം വെട്ടൊന്നേ മുറിരണ്ടെന്ന് പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട ആളോട് മാത്രം പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. മോശ, അതുകൊണ്ടാണ് മോശയ്ക്ക് കോപം ഉണ്ടാകാനിട്ടൊന്നുമല്ല മോശയെക്കുറിച്ച് പറഞ്ഞു. മോശയ്ക്ക് ടേബിൾ അറിയാമോ? അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞു, മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ തനിക്കുള്ള ശക്തിയെ, അതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കഴിവ് തനിക്കുണ്ടായി. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ അതേ യേശു ദൈവാലയത്തിൽ ചെന്നപ്പോൾ ചാട്ടവാറെടുത്ത് അതിലുണ്ടായിരുന്ന വാണിഭക്കാരെയെല്ലാം ചാട്ടയ്ക്കടിച്ച് പുറത്താക്കി, കോപിച്ചു. എന്താ അതിൻ്റെ കാര്യം? അതാ, തനിക്ക് ശക്തിയുണ്ട്, അത് തൻ്റെ കൺട്രോളിലാണ്. സൗമ്യത എന്ന് പറഞ്ഞാൽ അതാ, കാണുന്നതിനെല്ലാം കോപിക്കേണ്ട വിഷയത്തിൽ പവർ എടുക്കേണ്ടിടത്തെ പവർ എടുക്കണം. ദൈവജനം എപ്പോഴും ശ്രദ്ധിക്കണം, സൗമ്യത നമുക്ക് ആവശ്യമാണ്. ഐക്യത നിലനിൽക്കണമെങ്കിൽ സൗമ്യത ആവശ്യമാണ്. അന്യോന്യം സൗമ്യത നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് സൗമ്യത. മറ്റുള്ളവരെ സൗമ്യത കാണിക്കുക, പ്രതികരിക്കേണ്ടിടത്ത് മാത്രം പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസ്. സഭ, കുടുംബം, ഇതിലൊക്കെ അങ്ങനെ ആയിരിക്കും. കുടുംബത്തും അങ്ങനെയാണ്. കുടുംബത്തും പവർ എടുക്കേണ്ടിടത്ത് പവർ എടുക്കണം. എല്ലാത്തിനും കുടുംബത്ത് പവർ എടുക്കേണ്ടിടത്ത് എടുക്കണം. എന്നാൽ പവർ നമ്മുടെ കൺട്രോളിലായിരിക്കും. അതിനെയാണ് സൗമ്യത. അപ്പം ഐക്യത നിലനിൽക്കണോ? സൗമ്യത വേണം. ഒന്ന്, പൂർണ്ണ വിനയം വേണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാമോ? അവിടെ പറഞ്ഞു, ഒന്ന് പൂർണ്ണ വിനയം വേണം, രണ്ടെന്ത് വേണം? സൗമ്യത വേണം. മൂന്നാമത്തെ വായിച്ചേ, 2-ാം വാക്യം തന്നെ വായിച്ചേ. ദീർഘക്ഷമ വേണം. ക്ഷമ വേണമെന്നല്ല പറഞ്ഞേ, പിന്നെന്താ പറഞ്ഞേ? ദീർഘക്ഷമ. എന്താ ഈ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ? ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക. അതായത് ഒരു മനുഷ്യൻ ഒരു തെറ്റിലകപ്പെട്ടാൽ അവനോട് ദീർഘക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവന് സെക്കൻഡ് ചാൻസ് കൊടുക്കുക. അപ്പോഴേ ആ കാര്യത്തിൽ നമ്മൾ കട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ദീർഘക്ഷമ, ഒരു അവസരം കൂടെ കൊടുക്കുക. അതാണ് കർത്താവിൻ്റെ മാതൃകയാണ്. മനസ്സിലാകുമോ? യേശു പറഞ്ഞില്ലേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, നമുക്ക് ചുവട് കിളച്ച് വളവിട്ട് നോക്കാം, ഫലം തരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദീർഘക്ഷമയെന്ന് പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ലോങ് സഫറിങ് ആണ് ദീർഘക്ഷമ. ശിഷ്യന്മാര് മടുത്തുപോയി. ശിഷ്യന്മാരിങ്ങനെ ആളുകളെ ഒരുത്തനെ ഇങ്ങനെ ഒറ്റ നോക്കിയിരുന്നു. ശിഷ്യന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ 1 തെറ്റിച്ചു, 2 തെറ്റിച്ചു, 3 തെറ്റിച്ചു, 7 പ്രാവശ്യം തെറ്റിച്ചപ്പോൾ അവൻ ചാടി ചോദിച്ചു, കർത്താവേ എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. കാരണം അവൻ 7 പ്രാവശ്യവും തെറ്റുന്നത് ആരെ ഉമ്മാർ എണ്ണിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. കർത്താവ് എന്നാ പറഞ്ഞേ? 770 എന്ന് പറഞ്ഞാൽ 490 പ്രാവശ്യം ക്ഷമിച്ചോ, അത് കഴിഞ്ഞ് നീ കൈകാര്യം ചെയ്തോളാനാണോ പറഞ്ഞേ? അന്നോ? അല്ല. അതിൻ്റെ അർത്ഥം 770 എന്ന് പറഞ്ഞാൽ ദീർഘമായി 7 പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ് ബൈബിളിൽ. അതിനെ പറയുന്നത് നീ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. അവൻ ഒരു തെറ്റ് ചെയ്തു, അവൻ മടങ്ങി വരുമ്പോൾ അപ്പം ക്ഷമിക്കണം. വീണ്ടും അവൻ ആ തെറ്റ് ചെയ്തു മടങ്ങി വരുമ്പോൾ അപ്പോഴും ക്ഷമിക്കണം. പിന്നെ അത് ചെയ്തു വരുമ്പോൾ അപ്പോഴും ക്ഷമിക്കണം. അതാണ് ദീർഘക്ഷമ. സഭയുടെ ഐക്യത നിലനിൽക്കണോ? നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ കഴിയും. ദീർഘമായി ക്ഷമിക്കാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കും. എങ്ങനെയാ കർത്താവ് നമ്മെ സ്നേഹിച്ചേ? തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നു. അതിനാലാണ് നാം സ്നേഹമെന്തെന്നറിഞ്ഞ്. സ്നേഹിതന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്ന സ്നേഹം, അങ്ങനെ സ്നേഹിക്കും. ഞാൻ പറഞ്ഞത്, സഭയുടെ ഐക്യത നിലനിൽക്കണമെങ്കിൽ ഓരോ സെക്കൻഡ് ചാൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആരെക്കുറിച്ചും ഒരു സെക്കൻഡ് ചാൻസ്. അതാണ് ദീർഘക്ഷമ. സെക്കൻഡ് ചാൻസ്. തെറ്റ് ചെയ്തു, വീണ്ടും സെക്കൻഡ് ചാൻസ്.
അങ്ങനല്ലേ? ധൂർത്തപുത്രൻ പോയി മടങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കി പിതാവ് മട്ടുപ്പാവിൽ ഇരുന്നു. യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ഇസ്രായേലിൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരു മകൻ സ്വത്തൊക്കെ വാങ്ങി അവൻ പുറത്തു പോയിട്ട് അവൻ അതെല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നാൽ ഈ വീട്ടുടയവന്റെ ദാസന്മാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാ പ്രമാണം. അപ്പൊ ഈ മകൻ വരുന്നുണ്ടോ എന്ന് അപ്പം നോക്കിയിരുന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? ഇവൻ വരുന്നത് അപ്പം കണ്ടില്ലേ, ദാസന്മാരെന്ത് ചെയ്യും? വീട്ടിലെ പണിക്കാരെല്ലാം കൂടെ എന്ത് ചെയ്യും? അവനെ കല്ലെറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് അപ്പൻ ഇങ്ങനെ വഴി നോക്കിയിരുന്നു, മകൻ വരുന്നുണ്ടോ. ഒരു സെക്കൻഡ് ചാൻസ്. നമുക്ക് അങ്ങനെ ക്ഷമിക്കുവാനായിട്ട് കഴിയും. എല്ലാവരും ഒന്നും പെർഫെക്റ്റ് അല്ല. ഇംപെർഫെക്റ്റ് ആയിടത്താണ് ദീർഘക്ഷമ ആവശ്യമായിരിക്കും. അത് കർത്താവ് നമ്മൾ പഠിപ്പിക്കുക. സഭയുടെ ഐക്യത നിൽക്കണോ? ഇംപെർഫെക്റ്റ് ആയിടത്ത് ദീർഘക്ഷമ കാണിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. 4-ാമത്തെ കാര്യം, 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്തൊക്കെയാണ്? പൂർണ്ണ വിനയം, സൗമ്യത കാണിക്കണം, ദീർഘമായി ക്ഷമിക്കണം, പിന്നെന്ത് ചെയ്യണം? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. ഇത് വേദപുസ്തകത്തിലെ പ്രമാണമാണ് കേട്ടോ. അവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം എന്ന് പറഞ്ഞാൽ, ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ പൊറുക്കണം, മറക്കണം, ക്ഷമിക്കണം. ഈ 3 കാര്യങ്ങളും അതിനകത്തുണ്ടാകണം. എങ്കിൽ അതിനെ മാത്രമേ നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 13:4 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 13:4. സ്നേഹം ദീർഘമായി ക്ഷമിക്കും. സ്നേഹം ദീർഘമായി ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം എന്ന് പറഞ്ഞത്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, അല്ലേ? അസൂയപ്പെടുന്നില്ല, നിഗളിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ ലേഖനത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ എന്ത് ചെയ്യും? മറച്ചു. അറിയാമോ? എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റിരിക്കുക പ്രസംഗിക്കാൻ. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഒരു കറയുണ്ടെന്ന് വെച്ചു. ഒരു കറ ഞാൻ കണ്ടില്ല. എനിക്കൊരു കറയുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ അത് കണ്ടു. അവൻ ഓടി വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കും. എന്താ? എൻ്റെ ഈ ഷർട്ടിലെ കറ ആര് കാണരുത്? മറ്റുള്ളവർ കാണരുത്. അതാ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ എന്ത് ചെയ്യും? മറച്ചു പിടിക്കും. പാപങ്ങളുടെ ബഹുത്വത്തെ ഘോഷിക്കുകയല്ല, മറച്ചു പിടിക്കും. അപ്പം സഭയിൽ ഐക്യത നിലനിൽക്കണോ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കാനായിട്ട് നമുക്ക് കഴിയണം. 13:5 വായിച്ച സ്നേഹം എന്ത് ചെയ്യുന്നില്ല? ദോഷം കണക്കെഴുതി വെക്കുന്നില്ല. സ്നേഹം കണക്ക് സൂക്ഷിക്കാറില്ല. ദോഷം എഴുതി വെക്കുകയല്ല സ്നേഹം. അതിനെ എന്നേക്കുമായി കുടഞ്ഞു കളയണം, ക്ഷമിച്ചു കളയണം. 5-ാമത്തെ ഒരു കാര്യം കൂടെ പറയാം. 3-ാം വാക്യം വായിച്ചേ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യണം. നമ്മുടെ സഭ ഐക്യതയിൽ നിൽക്കണ്ടേ? 1-ാം നൂറ്റാണ്ടിലും ഭിന്നതയുണ്ടാകുമായിരുന്നു സഭയിൽ. ആ സഭ ഭിന്നിച്ചു പോയ സഭ തകർന്നു പോവും. സഭ ഭിന്നിക്കാനിടയാവരുത്. നമ്മൾ നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കണം. ഭിന്നത ഉണ്ടാക്കുന്നത് സാത്താനാണെന്ന് മനസ്സിലാക്കണം. ഭിന്നത ഉണ്ടാക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചോണം. ഉള്ളൊന്നും ചെയ്യണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഏതേൻ തോട്ടത്തിൽ സാത്താൻ ചെന്നിട്ട് എന്താ പറഞ്ഞ ഹവ്വായോട്? ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ എന്താ പറഞ്ഞേ? നീ ഇത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും. ആരും വിശ്വസിച്ചു പോകും. ഈ ഭിന്നത ഉണ്ടാക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞതെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. ആദവും ഹവ്വയും അതാ തെറ്റിദ്ധരിച്ചേ. ആദവും ഹവ്വയും വിചാരിച്ചു സാത്താൻ പറഞ്ഞത് അവരുടെ ഗുണത്തിന് വേണ്ടി. ആ നിലയിലല്ല പറഞ്ഞേ. എങ്ങനെയാ പറഞ്ഞേ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ. അപ്പം കൊണ്ടോ പുള്ളിക്ക് സ്നേഹം ഉണ്ടായിട്ടാ പറഞ്ഞു. ചുമ്മാതാ. അത് നിന്നെ ഭിന്നിപ്പിക്കാൻ, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ്. നമ്മളെപ്പോഴും നമുക്കൊരു 6 സെൻസ് വർക്ക് ചെയ്യണം.
ഒരു സിക്സ് സെൻസ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ പൂർണ്ണമായി വിശ്വസിക്കാതെ അതിൻ്റെ ഉദ്ദേശം എന്താണ്, ആ ആത്മാവ് ഏത് ആത്മാവിൽ നിന്നാണ് വന്നത്, ദൈവാത്മാവിൽ നിന്നാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സഭയുടെ ഐക്യത നിലനിൽക്കണ്ടേ? നമ്മുടെ കർത്താവ് വരുമ്പോൾ പോകണ്ടേ? നമുക്ക് എടുക്കപ്പെടണ്ടേ? നമ്മുടെ ലക്ഷ്യം അതല്ലേ? ഒന്നിച്ച് നിൽക്കണ്ടേ? നമ്മൾ പാടിയാൽ മതിയോ? ഭിന്നത പിടിയാം ഒന്നാണ്. അങ്ങനെ നിൽക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. നിങ്ങൾക്കറിയാമോ, ഈ അസ്ഥികളില്ലേ, നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ, സഭ ഒരു ശരീരമാണല്ലോ. അപ്പോൾ അതിനോട് ഉമ്മതിച്ച് പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥികൾ തമ്മിൽ ചേർക്കുന്നിടത്ത് ഒരു ലിഗമെൻ്റ് ഉണ്ട്. അപ്പം അത് ഉള്ളത് കൊണ്ട് ആ കാല് മടക്കാൻ പറ്റുന്നത്. ആ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഈ അസ്ഥികളെ തമ്മിൽ ചേർത്ത് വെക്കുക മാത്രമല്ല, ഈ അസ്ഥികളെ ഒന്നിപ്പിച്ച് നിർത്തുക മാത്രമല്ല ലിഗമെൻറ്റിൻ്റെ ജോലി. പിന്നെയോ ഈ ലിഗമെൻ്റ് ചെയ്യുന്ന വേറൊരു പണിയുണ്ട്. അത് അഴിഞ്ഞു കൊടുക്കും, അത് ഫ്ലെക്സിബിളായി കൊടുക്കും, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അയഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാലിങ്ങനെ നമുക്ക് മടക്കാനായിട്ട് പറ്റുന്നത്. അയഞ്ഞു കൊടുക്കുക, ലിഗമെൻ്റ് ഇടയ്ക്കിരുന്ന് അയഞ്ഞു കൊടുക്കുക, ആ രണ്ട് അസ്ഥികളെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അയഞ്ഞു കൊടുക്കും. എന്നതുപോലെ ഐക്യത നിലനിൽക്കാൻ വേണ്ടി അന്യോന്യം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ആ ഒരു സമാധാന ബന്ധത്തിൽ ലിഗമെന്റിന്റെ ജോലിയാണ്. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഇടയായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എത്ര കാര്യം മക്കളെ ചിന്തിച്ചേ. സഭയുടെ ഐക്യത നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം, പറഞ്ഞേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. സഭയിലുള്ള ഓരോ മക്കളുടെയും റെസ്പോൺസിബിലിറ്റിയാ. എന്ത്? 1, പൂർണ്ണ വിനയം. 2, സൗമ്യതയുണ്ടായിരിക്കണം. 3, ഒരു സെക്കൻഡ് ചാൻസ്, ദീർഘമായി ക്ഷമിച്ചുകൊണ്ടിരിക്കണം. 4, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. 5, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാവരും അത് അന്യോന്യം ചെയ്യണം. എങ്കിലേ ദൈവസഭ ഐക്യതയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ.